കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞു. ഡിപ്പെൻഡന്റ് ഈവന്റ്സിനും ഇൻഡിപെൻഡന്റ് ഈവന്റ്സിന്റെയും ഡെഫിനിഷൻസ് പറഞ്ഞു. അതിനനുസരിച്ചുള്ള ഫോർമുല ഡിസ്കസ് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇവ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിലെ ആദ്യത്തെ ചോദ്യം, എ കോയിൻ ഈസ് ടോസ് ആൻഡ് എ സിംഗിൾ 6-sided ഡൈ ഈസ് റോൾ. ഒരു കോയിനും ടോസ് ചെയ്യുന്നുണ്ട്, 6 ഫേസുള്ള ഒരു ഡൈസും റോൾ ചെയ്യുന്നുവെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ലാൻഡിംഗ് ഓൺ ദ ഹെഡ് സൈഡ് ഓഫ് ദ കോയിൻ. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് സൈഡും വരണം, ആൻഡ് റോളിംഗ് എ 3 ഓൺ ദ ഡൈ. ഡൈ റോൾ ചെയ്യുമ്പോൾ 3യും വരണം. അതായത് ഒരു കോയിൻ ആണ് ടോസ് ചെയ്യുന്നതെങ്കിൽ സാമ്പിൾ സ്പേസിൽ വരുന്നത് ഹെഡ് വരാം അല്ലെങ്കിൽ ടെയില് വരാം. അതേസമയം ഒരു ഡൈസ് ആണ് റോൾ ചെയ്യുന്നതെങ്കിൽ സാമ്പിൾ സ്പേസില് 1, 2, 3, 4, 5, 6 വരെയുള്ള ഔട്ട്കംസ് വരാം. ഇതില് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഔട്ട് ഓഫ് 2ല് ഹെഡ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. അതേസമയം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഔട്ട് ഓഫ് 6 ഔട്ട്കംസില് 3 എത്ര 3 ഉണ്ട്? ഒരു 3 ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ എഴുതണോ? പ്രോബബിലിറ്റി ഓഫ് ഹെഡ് സൈഡ്, കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് സൈഡ് വരണം, ആൻഡ് കൂട്ടത്തില് ആരും കൂടെ വരണം? ഡൈസ് ആണ് റോൾ ചെയ്യുന്നതെങ്കിൽ റോളിംഗ് എ 3 ഓൺ ദ ഡൈസ് ആണ് റോൾ ചെയ്യുന്നതെങ്കിൽ എന്തോ കൂടെ വരണം? 3 കൂടെ വരണം. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് സൈഡിന് എങ്ങനെ എഴുതാം? നമുക്ക് H ആയിട്ട് എഴുതാം. ആൻഡിന് എന്തായി? ഇന്റർസെക്ഷൻ ആയി. റോളിംഗ് എ 3, സോ 3 പ്രോബബിലിറ്റി ഓഫ് H ഇന്റർസെക്ഷൻ 3 വിച്ച് ഈസ് ഈക്വൽ ടു ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുന്നതും ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ റോൾ ചെയ്യുമ്പോൾ 3 വരുന്നതും ഇൻഡിപെൻഡന്റ് ആണ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കാത്തത് കൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് H ഇന്റർസെക്ഷൻ 3നെ പ്രോബബിലിറ്റി ഓഫ് H ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് 3 എന്ന് എഴുതാം. കാരണം ഇൻഡിപെൻഡൻസിന്റെ ഫോർമുല വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B എന്നുള്ളൊരു ഫോർമുല നമ്മൾ പഠിച്ചു. അതേ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് H, ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3, ഒരു ഡൈസ് എറിയുമ്പോൾ 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6, which is equal to 1 into 1, 1 divided by 2 into 6. 2 6 are 12. So 1/12 ആണ് ആൻസർ. Question number 2. Consider the random experiment of drawing 2 cards from a well-shuffled pack of cards 1 by 1. ഒരു പാക്ക് ഓഫ് കാർഡിൽ നിന്ന് 2 കാർഡുകള് എടുക്കണം. എടുക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ഒരെണ്ണം എടുത്തു, ദെൻ നെക്സ്റ്റ് 1. അല്ലാതെ അറ്റ് എ ടൈം തന്നെ എല്ലാ 2 എണ്ണം എടുക്കുന്നത് 1 by 1, ഓരോന്നായിട്ടാണ് എടുക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ കിങ്സ്? ആദ്യത്തത് എടുക്കുമ്പോഴും കിങ് ആവണം, സെക്കൻഡ് വൺ എടുത്തതും കിങ് ആവണം. അതിന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. ഇഫ് ദ ഫസ്റ്റ് കാർഡ് ഈസ് റീപ്ലേസ്ഡ് ബാക്ക്. ആദ്യം ഒരു കാർഡ് എടുക്കണു, ആ കാർഡ് തിരിച്ചു വെച്ചതിന് ശേഷമാണ് നെക്സ്റ്റ് കാർഡ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ കാർഡും കിങ് ആവണം, സെക്കൻഡ് കാർഡും കിങ് ആവണം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ലെറ്റ് A be the event of drawing a king. എന്ന് വെച്ചാല് ഒരു കിങ് കിട്ടണം. എപ്പോഴും ഒരു കിങ് കിട്ടണം? ഫസ്റ്റ് ഡ്രോയില് വേണം കിങ് കിട്ടാൻ. A be the event of drawing a king first. Then അങ്ങനെയെങ്കിൽ 52 കാർഡുകളാണ് ടോട്ടലായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര കിങ്സ് ഉണ്ട്? 4 കിങ് ഉണ്ടെന്ന് അറിയാം.
52 കാർഡ് ഒരു കിങ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 4 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ഫസ്റ്റ് ഡ്രോ ഈസ് 4/52. Then be the event of drawing a king in second draw. രണ്ടാമത്തെ ഡ്രോയിലും എന്ത് തന്നെയാണ് വരേണ്ടത്? ഒരു കിങ് തന്നെയാണ് വരേണ്ടത്. അപ്പൊ നോക്കൂ, ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ആദ്യത്തത് ഒരു കാർഡ് എടുത്തു. ഈ കാർഡ് കിങ് ആണ്. വീണ്ടും എന്ത് ചെയ്തു? ഈ എടുത്ത കാർഡിനെ ഇങ്ങോട്ട് തന്നെ തിരിച്ചിട്ടതിന് ശേഷമാണ് സെക്കൻഡ് കാർഡ് ഇതിൽ നിന്ന് എടുക്കുന്നത്, അടുത്തൊരു കാർഡ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ഇൻ ദ സെക്കൻഡ് റോയിലും കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 52 കാർഡ് തന്നെയാണ് ആ ബോക്സിലുള്ളത് അല്ലെങ്കിൽ ആ പാക്കറ്റിലുള്ളത്. അതില് എത്ര കിങ്ങുകളുണ്ട്? 4 കിങ് തന്നെയുണ്ട്. കാരണം എടുത്തതിന് നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ഇട്ടു. ഇനി ഫസ്റ്റ് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ഇൻ ദ ഫസ്റ്റ് ഡ്രോ ആൻഡ് ഇൻ ദ സെക്കൻഡ് ഡ്രോ. 2 ഡ്രോയിലും എന്ത് വേണം? കിങ് വേണം. What is the probability that both draws are king? 2 ഡ്രോയിലും ആര് വേണം? കിങ് വേണം. അപ്പൊ ഫസ്റ്റ് ഡ്രോയിലും കിങ് വേണം, സെക്കൻഡ് ഡ്രോയിലും കിങ് വേണം. ഇപ്പൊ ഇടയില് ആൻഡ് എന്തെഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഫസ്റ്റ് ഡ്രോയില് കിങ് കിട്ടുന്നതും സെക്കൻഡ് ഡ്രോയില് കിങ് വരുന്നതും ഇൻഡിപെൻഡന്റ് ആണ്. 2 ഡ്രോസിലും കിങ് കിട്ടാനുള്ള ചാൻസ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാല് 4/52 ആണ്. Probability of B is also equal to 4/52. Then 4 52 13 times പോവും. ഇവിടെയും 4 52 13 times പോവും. Which is equal to 1 into 1 divided by 13 into 13 169 ആണ് ആൻസർ വരിക. ഇതില് തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് the first card is not replaced back. ആദ്യം ഒരു കാർഡ് എടുത്തതിന് നമ്മൾ വീണ്ടും അതേ ബോക്സിലേക്ക് ഇടുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2 ടൈമിലും കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നുകൂടെ എ അസൈൻ ചെയ്തിരിക്കുന്നത് ബി ദ ഈവന്റ് ഓഫ് ഡ്രോയിങ് എ കിങ് ഫസ്റ്റ്. ആദ്യത്തെ ഡ്രോയില് ഒരു കിങ് കിട്ടാനുള്ള ഈവന്റിനെയാണ് എയില് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു വെൽ ഷെഫിൾഡ് പാക്കറ്റില് 52 കാർഡ് ഉണ്ടാവും. ഈ 52 4 കിങ് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് ഒരെണ്ണം വരാനുള്ള പ്രോബബിലിറ്റി, ഫസ്റ്റ് ടൈമില് കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 52 ഔട്ട്കംസിൽ നിന്ന് 4 ഫേവർ ആയിട്ടുള്ളത്. ദെൻ ഇനി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബി ദ ഈവന്റ് ഓഫ് ഡ്രോയിങ് എ കിങ് അറ്റ് ദ സെക്കൻഡ് ടൈം. സെക്കൻഡ് ടൈമില് കിങ് കിട്ടാനുള്ള ഈവന്റിനെയാണ് ബിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടത്തെ കണ്ടീഷൻ നമ്മൾ ഇതിൽ നിന്നൊരു കാർഡ് എടുത്തു. ആ കാർഡ് കിങ് ആവാനുള്ള പ്രോബബിലിറ്റി 4/52 ആണെന്ന് പറഞ്ഞു. ഇതിൽ നിന്നൊരു കാർഡ് എടുത്തു. ഈ കാർഡിന് നമ്മൾ വീണ്ടും ഇതിലെ ഈ ബോക്സിലേക്ക് ഇടുന്നുണ്ടോ? ഇല്ല. ഈസ് നോട്ട് റീപ്ലേസ്ഡ് ബാക്ക്. ഈ എടുത്ത പൊസിഷനിലേക്ക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കിങ്ങിന്റെ എണ്ണം 1 കുറഞ്ഞു. അതുപോലെ ടോട്ടലും എന്ത് കുറഞ്ഞിട്ടുണ്ടാവും? 1 കുറഞ്ഞിട്ടുണ്ടാവും. അതായത് 52 കാർഡിൽ നിന്നും ഒരെണ്ണം എടുത്തത് ഇതിലേക്ക് തിരിച്ചിടുന്നില്ല, മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. മാറ്റി വെക്കുമ്പോൾ ടോട്ടൽ എണ്ണത്തിലും 1 കുറഞ്ഞിട്ടുണ്ടാവും. ആദ്യം എടുത്തത് കിങ് ആണെങ്കിൽ അവിടെയും 1 കുറവായിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുന്ന ടീച്ചർ കരുതണോ? സോ പ്രോബബിലിറ്റി ഓഫ് ആദ്യം ഒരു കിങ് നമ്മൾ എടുത്തു കഴിഞ്ഞു, ഒരു ഈവന്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ടൈം നമുക്കൊരു കിങ് ആണ് കിട്ടിയത്. സെക്കൻഡ് ടൈമും കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റിനെയാണ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ പഠിച്ച കണ്ടീഷണൽ പ്രോബബിലിറ്റി അറൈസ് ചെയ്യുന്നത്. താഴെയുള്ള ഈവന്റ് ഫസ്റ്റ് ടൈമിൽ ഒരു കിങ് വന്നു കഴിഞ്ഞു, സെക്കൻഡ് ടൈമിലും ഒരു കിങ് കിട്ടാനുള്ള പ്രോബബിലിറ്റി.
വിച്ച് ഈസ് ഈക്വൽ ടു, സോ ഔട്ട് ഓഫ് എത്ര കാർഡായി മാറി? 51 കാർഡായി മാറി. ഇതിൽ എത്ര കിങ് ഉണ്ട്? 3 കിങ് ഉണ്ട്. തീർന്നില്ല. നമുക്ക് എന്താണ് വേണ്ടത്? ഫസ്റ്റ് ഡ്രോയിലും കിങ് കിട്ടണം, സെക്കൻഡ് ഡ്രോയിലും കിങ് കിട്ടണം. അങ്ങനെ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് ഇൻ ബോത്ത് ഡ്രോസ് ഈക്വൽ ടു, ഫസ്റ്റ് ടൈമിലും കിങ് കിട്ടണം, സെക്കൻഡ് ടൈമിലും കിങ് കിട്ടണം. ഇടയിൽ എന്താണ്? ആൻഡ്. നോക്കൂ, ഇത് ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ? ഈ കേസ് ഡിപെൻഡന്റ് ആണ്. കാരണം ആദ്യത്തത് വന്നത് കിങ് ആണെങ്കിൽ ഇവിടെ ഒന്ന് കുറഞ്ഞു പോയില്ലേ, അതുകൊണ്ട് എന്തായി? ഡിപെൻഡന്റ് ആയി മാറി. ഡിപെൻഡന്റ് ആണെങ്കിൽ എങ്ങനെയാ ഫോർമുല പഠിച്ചത്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നാണ് ഫോർമുല പഠിച്ചത്. വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ 4/52 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ 3/51. Then which is equal to, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1/221 ആണെന്ന് കിട്ടും. അതായത് 4/52 ഇൻറ്റു 3/51. എന്ത് ചെയ്യുക? 4 52 13 ടൈംസ് പോകും. 3 51 70 13 ഇൻറ്റു 17. സോ 221 ആണ് ആൻസർ വരും. ചെയ്തു നോക്കുക നിങ്ങൾ. A bag contains 5 white and 3 black balls. Two balls are drawn at random, one after the other without replacement. ഈ ബാഗിൽ നിന്ന് 2 ബോൾസ് ആണ് എടുക്കുന്നത്. ബോൾസ് എടുക്കുമ്പോൾ അറ്റ് എ ടൈം അല്ല 2 എടുക്കുന്നത്, വൺ ആഫ്റ്റർ അനദർ, ഓരോന്നോരോന്നായി എടുക്കുന്നു. ആദ്യം എടുത്ത ബോളിന് തിരികെ ആ ബാഗിലേക്ക് തന്നെ ഇടുന്നില്ല, വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ഡ്രോൺ ആർ ബ്ലാക്ക്. എടുക്കുന്ന 2 ബോൾസും ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സോ ആദ്യം ചെയ്യാനുള്ളത് എ അസൈൻ ചെയ്യുന്നു. എ ബ്ലാക്ക് ബോൾ ഡ്രോൺ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. ദെൻ ബി എന്നുള്ള ഈവന്റ് എന്ന് വെച്ചാല് ബ്ലാക്ക് ബോൾ തന്നെ ഡ്രോ ചെയ്യണം. എപ്പോഴാണ് ഡ്രോ ചെയ്യേണ്ടത്? ഇൻ ദ സെക്കൻഡ് അറ്റംപ്റ്റ്. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് എ പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണത്? ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഈ ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോള് ആദ്യത്തെ ഡ്രോയില് വരാനുള്ള പ്രോബബിലിറ്റി എത്ര ബോൾസ് ഉണ്ട്? ടോട്ടല് 5 3 8 നിന്ന് എത്ര ബ്ലാക്ക് ബോൾസ് ആണ്? 3 ബ്ലാക്ക് ബോൾസ് ആണ് എടുക്കേണ്ടത്. ദെൻ ഇനി വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എന്താണ്? വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. എടുത്ത സാധനം എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് ബോക്സിലേക്ക് ഇടുന്നില്ലെങ്കിൽ ടോട്ടൽ എത്ര എണ്ണായി മാറി? 7 എണ്ണായി മാറി. ബ്ലാക്ക് ബോൾസ് ആണ് ഫസ്റ്റ് എടുത്തിരുന്നുവെങ്കിൽ ബ്ലാക്ക് ബോൾസിന്റെ എണ്ണം എത്രയായി മാറും? 2 എണ്ണായി മാറും. അപ്പൊ ഇത് എന്ത് ഈവന്റ് ആയി മാറി? ഡിപെൻഡന്റ് ഈവന്റ് ആയി മാറി. സോ പ്രോബബിലിറ്റി ഓഫ് ബി, ബി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സെക്കൻഡ് ടൈമിലും ബ്ലാക്ക് ബോൾ തന്നെ കിട്ടണം. ഇവിടെ എന്ത് ഹാപ്പൺ ചെയ്ത് കഴിഞ്ഞു? എ എന്നുള്ള ഈവന്റ് ഹാപ്പൺ ചെയ്തു. എ എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് അറ്റംപ്റ്റില് നമുക്ക് എന്ത് വന്നു? ബ്ലാക്ക് ബോൾ കിട്ടി. ഇനി ചെയ്യാനുള്ളത് എന്താണ്? സെക്കൻഡ് അറ്റംപ്റ്റിലും ബ്ലാക്ക് ബോൾ തന്നെ വരണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. ബോക്സിൽ എത്ര ബോൾസ് ഉണ്ട്? 7 ബോൾ ഉണ്ട്. ഇതിലെ എത്ര ബ്ലാക്ക്? 2 ബ്ലാക്ക്. സോ 2/7. തീർന്നോ? ഇല്ല. ക്വസ്റ്റ്യൻ എന്താണ്? 2 അറ്റംപ്റ്റിലും ബോത്ത് ആർ ബ്ലാക്ക് ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റ്, 2 അറ്റംപ്റ്റിലും എന്ത് വേണം? ബ്ലാക്ക് ബോൾ വരണം. ഇത് ഡിപെൻഡന്റ് ആണ് പറഞ്ഞു. ഡിപെൻഡന്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് ഫോർമുല. വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ 3/8 ഇൻറ്റു ബി ഗിവൺ എ. ഫോർമുല എന്താ? 2/7 ആണ്. ദെൻ കട്ട് ചെയ്യാനുള്ള ടേംസുകൾ കട്ട് ചെയ്തു.
which is equal to 3 divided by 4 sevens are 28. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടി ചുരുക്കി എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3/8 കാൽക്കുലേറ്ററിൽ ചെയ്യാം, അതിനവിടെ കീപ്പ് ചെയ്തു. 2/7 കാൽക്കുലേറ്ററിൽ ചെയ്യുക, അതും കീപ്പ് ചെയ്തു. എന്നതിന് ശേഷം ഇവ കിട്ടിയ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാലും മതി, സെയിം ആൻസർ തന്നെയാവും കിട്ടുക. The probability that a problem of statistics will be solved by a student x is 1/3. x എന്നുള്ളൊരു സ്റ്റുഡന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. ആൻഡ് എ സ്റ്റുഡന്റ് y, ഒരു സ്റ്റുഡന്റ് y ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ 2/3 ആണ്. What is the chance that the problem will be solved? പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നോക്കൂ, പ്രോബ്ലം സോൾവ് ചെയ്യുക മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ് എന്നുള്ള പേഴ്സൺ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ വൈ എന്നുള്ള പേഴ്സൺ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എക്സും സോൾവ് ചെയ്യാം, വൈയും സോൾവ് ചെയ്യാം. മനസ്സിലാവുണ്ടാവുന്ന കരുതണോ? അപ്പൊ പ്രോബ്ലം വിൽ ബി സോൾവ്, ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നേ ഉള്ളൂ, ഇന്ന ആള് തന്നെ ചെയ്യണമെന്നില്ല. ആദ്യത്തെ ആള് ചെയ്യാം, രണ്ടാമത്തെ ആള് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാളും ചെയ്യാം. സോ നമ്മൾ എഴുതുന്ന നൊട്ടേഷൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് യൂണിയൻ വൈ ആണ്. ഒന്നുകിൽ എക്സ് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ വൈ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എക്സും വൈയും സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതെന്ത് തിയറം? അഡീഷൻ തിയറമായി മാറി. അഡീഷൻ തിയറമായി മാറിയപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് 1/3 ആണ്, പ്രോബബിലിറ്റി ഓഫ് വൈ 2/3 ആണ്. ഇനി എക്സും വൈയും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ചാൻസ് ഇൻഡിപെൻഡന്റ് ആണ്. ഒന്ന്, ഒരാള് മറ്റൊരാളെ ആശ്രയിച്ചിട്ടല്ല പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഇൻറ്റു അത് നോട്ട് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കുക ഡിനോമിനേറ്റർ സെയിം ആണ് 3, ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി 2 + 1 3 -2/9 ആണ്. ഇനി എൽ സി എടുക്കുക. എൽ സി എം എത്ര വരും? 9 LCM വരും. 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടുമെന്ന് നോക്കുക. അപ്പൊ 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 3 ന്യൂമറേറ്ററിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 3 × 3 മൈനസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്. 9നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും? 1 മതി മൾട്ടിപ്ലൈ ചെയ്യാൻ. അതേ നമ്പർ ന്യൂമറേറ്ററിൽ ചെയ്യണു 2 × 1. Then which is equal to 3 × 3 9 minus 2 × 1 2 divided by 9. 9ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 7/9 ആണ് ആൻസർ. ഓക്കെ, പ്രോബബിലിറ്റി that A will pass paper 1 is 0.3. എ എന്നുള്ളൊരു പേഴ്സൺ പേപ്പർ 1 പാസ്സാവാനുള്ള പ്രോബബിലിറ്റി 0.3 ആണ്. ആൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ പാസ് പേപ്പർ 2 ഈസ് 0.7. അതേ പേഴ്സൺ പേപ്പർ 2 പാസ്സാവാനുള്ള പ്രോബബിലിറ്റി 0.7 ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ പാസ് both the papers? രണ്ട് പേപ്പറും പാസ്സാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? He will pass both the papers. അതിന്റെ കൂടെ പറയണു പേപ്പേഴ്സ് ഇൻഡിപെൻഡന്റ് ആണ്. ഒന്നില് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തതില് തോൽക്കണമെന്നുമില്ല, രണ്ടാമത്തതില് ജയിച്ചു എന്ന് കരുതിയിട്ട് ഒന്നാമത്തത് തോൽക്കണമെന്നില്ല. അതായത് ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ രണ്ട് പേപ്പറിലും പാസ്സാവണം പറയുമ്പോ എങ്ങനെയാ നൊട്ടേഷൻ? ആദ്യത്തെ പേപ്പറിലും പാസ്സാവണം ആൻഡ് സെക്കൻഡ് പേപ്പറിലും പാസ്സാവണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ആൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മളെ നൊട്ടേഷൻ? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ആൻഡ് പറയുമ്പോൾ ഇന്റർസെക്ഷൻ സെക്കൻഡ്. ഇനി രണ്ട് പേപ്പറിലും പാസ്സാവാനുള്ള ചാൻസ് ഇൻഡിപെൻഡന്റ് ആണ്, ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഫോർമുല എന്തായി മാറി? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ആണ്.
which is equal to probability of first 0.3 into 0.7, which is equal to 0.21. If you like the video, please subscribe and press the bell icon.